കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 4 നമ്മൾ ശ്ലോകം 11 ചെയ്തു. അതിലെന്താ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ദാഹം, വിശപ്പ്, പിന്നെ നമുക്ക് ചൂട്, ഉഷ്ണം, ഇങ്ങനെ മഴ, അതുകൊണ്ടുള്ള ഓരോ പരാതികൾ, പിന്നെ നമുക്ക് അതായത് നമ്മളെ നാവ് കൊണ്ടും നാവ് കൊണ്ട് സാധു അനുഭവിക്കുന്ന ആ ഇതും ലൈംഗിക സുഖങ്ങളും ഒക്കെ സമുദ്രം പോലെ കടക്കാൻ വിഷമമുള്ളതാണ്. എളുപ്പമല്ല അതിനെയൊക്കെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനേ സമുദ്രം പോലെ കടക്കാൻ വിഷമമുള്ളതാണ് ആ ഭോഗങ്ങളൊക്കെ. എന്നാൽ ചില മഹർഷിമാരൊക്കെ അതിനെ മുഴുവൻ തരണം ചെയ്ത് തപസ്സനുഷ്ഠിച്ച്, മഹർഷിമാരെ അത്രയും കാലം തപസ്സനുഷ്ഠിച്ചൊക്കെ ചിലപ്പോൾ ക്രോധത്തിന്, ദേഷ്യത്തിന് അധീനരായിട്ട് എന്തെങ്കിലും പറയുക കാരണം അവരുടെ അതുവരെ ആർജിച്ച തപശക്തിയൊക്കെ നഷ്ടപ്പെടുന്നു. അത് ഏതുപോലെ വെച്ചാൽ സമുദ്രമൊക്കെ കടന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ചളിക്കുണ്ടിൽ വീണ് മുങ്ങിച്ചാവണ പോലെ കഷ്ടമാണ് എന്ന് പറഞ്ഞു അല്ലേ 11. ഇനി നമുക്ക് 12 വായിക്കാം കേട്ടോ. 12 വായിക്കാം. ഇതി പ്രഗൃണതാം രതേഷാം സ്ത്രിയോത്യദ്ഭുതദർശനാ ദർശയാമാസ ശുശ്രൂഷം സ്വർച്ചിതാഹ കുർവതീർവിഭുഃ. എന്താണ് 12 പറയണ വെച്ചാൽ ഇതി ഇപ്രകാരം പ്രഗൃണതാം സ്തുതി ചെയ്തുകൊണ്ടിരിക്കുന്ന തേഷാം അവർക്ക് സ്വർച്ചിത നല്ലവണ്ണം അർച്ചിക്കപ്പെട്ടവർ, അലങ്കരിക്കപ്പെട്ടവരും, ശുശ്രൂഷാം കുർവതി തനിക്ക് സേവ ചെയ്യുന്നവരും, അത്യദ്ഭുത ദർശനം അത്യദ്ഭുതകരമായ കാണപ്പെടുന്നവരും ആയ സ്ത്രീകളെ ദർശയാമാസ കാണിച്ചു. അപ്പം എന്താ പറഞ്ഞാൽ വെച്ചാൽ ഇങ്ങനെ അങ്ങ് ഇപ്രകാരം സ്തുതിക്കുന്ന അവർക്ക്, അതായത് അവർ തോറ്റു, പിന്നെ ശാപം തപസ് ഇളക്കാൻ വന്നിട്ടുള്ള അപ്സര സ്ത്രീകളും കാമദേവനും വസന്തമൊക്കെ കൂട്ടി വന്നുല്ലോ. കാമദേവൻ അപ്സര സ്ത്രീകളെയും വസന്തത്തിനെയും മന്ദമാരുതിനെയൊക്കെ കൂട്ടി വന്നില്ലേ. അവർ തോറ്റപ്പോൾ അവരിപ്രകാരം സ്തുതിച്ചു. ഇപ്പോൾ നമ്മൾ 11 വരെ അവരുടെ സ്തുതി, കാരണം അവർ തപസ് ഇളക്കാൻ വന്നവർക്ക് ആശ്രയമായിട്ട് ഭവിച്ചു ഭഗവാൻ അല്ലേ. അപ്പോൾ അവർ അങ്ങനെ സ്തുതിച്ചപ്പോൾ അവർക്ക് എന്താ ഭഗവാൻ നാരായണ മഹർഷി ചെയ്തത്? അവർക്ക് അത്യദ്ഭുത ദർശനം, സുന്ദരിമാരായിട്ടുള്ളവരും ഈ നാരായണ മഹർഷി ശുശ്രൂഷിക്കുന്നവരും സർവാലങ്കാരഭൂഷിതകളുമായ ദിവ്യ സ്ത്രീകളുടെ ഈ വന്ന അപ്സര സ്ത്രീകളുടെയൊക്കെ അഹങ്കാരം നശിപ്പിക്കാനായിട്ട് തന്നെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള സർവാലങ്കാരഭൂഷിതകളായിട്ടുള്ള ദിവ്യ സ്ത്രീകളെ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിനെ എപ്പോഴും ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിലൊന്നും ആകൃഷ്ടനാവാതെ ഈ നാരായണ മഹർഷി തപസ് ചെയ്തും കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ അപ്സര സ്ത്രീകളെക്കാളും ഭംഗിയുള്ളവർ. അപ്പോൾ പിന്നെ ഈ അപ്സര സ്ത്രീകളുടെ ഡിസ്റ്റർബൻസ് കൊണ്ടൊന്നും ഇദ്ദേഹം ഡിസ്റ്റർബ്ഡ് ആവുമോ? അപ്പോൾ അത് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ സ്തുതിച്ചപ്പോൾ അങ്ങേപ്പോരാരും ഉണ്ടാവില്ല എന്ന് ഇങ്ങനെ തപസ് മുടക്കാൻ വന്നവർക്ക് അഭയം നൽകിയ ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചപ്പോൾ എന്താണ് വെച്ചാൽ പലരും ദേഷ്യപ്പെട്ട് അവൻ്റെ തപശക്തിയൊക്കെ കളയും പല മഹർഷിമാരും. അതൊന്നും അങ്ങ് ചെയ്തില്ലോ എന്ന് പറഞ്ഞ് സ്തുതിച്ചപ്പോൾ വേഗം തന്നെ സർവദാ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന സർവാലങ്കാരഭൂഷിതകളും അതിമനോഹരികളും ആയിട്ടുള്ള അനവധി ദിവ്യ സ്ത്രീകളെയാണ് കാണിച്ചു കൊടുത്തു അവർക്ക്. ഈ വന്ന അപ്സര സ്ത്രീകളെക്കാളും മനോഹരികളായിട്ടുള്ള അവരെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ ഇദ്ദേഹത്തിൻ്റെ തപസ് ഇളക്കാനൊന്നും എളുപ്പമല്ലാന്ന്. ഇതി പ്രഗൃണതാം തേഷാം സ്ത്രീയോത്യദ്ഭുത ദർശയാമാസ കാണിച്ചു കൊടുത്തു. ശുശ്രൂഷാം എങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കുന്നതാണ്. സ്വർച്ചിതാഹ കുർവതീർവിഭുഃ, അതായത് തന്നെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന അനവധി ദിവ്യ സ്ത്രീകളെ ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തു. തേ ദേവാനുചരാ ദൃഷ്ട്വാ സ്ത്രിയ ശ്രീരിവരൂപിണീ ഗന്ധേന മുമുഹുസ്താസാം
രൂപൗദാര്യഹതശ്രിയ. അത് കണ്ടപ്പോൾ തേ ദേവാനുചരാഹ, ആ ഇന്ദ്രൻ്റെ അനുചരന്മാരായിട്ട്, അതായത് ഇന്ദ്രൻ അയച്ചിട്ടുള്ള ഈ കാമദേവനും അപ്സര സ്ത്രീകളും ഒക്കെ ശ്രീ ഇഹ, ശ്രീദേവി മഹാലക്ഷ്മി എന്ന പോലെ രൂപിണി സുന്ദരികളായ സ്ത്രീയ ദൃഷ്ട്യ, അദ്ദേഹം കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കുന്ന സ്ത്രീകളെ മഹാലക്ഷ്മിയെ പോലെ എന്താണ് സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ കണ്ടപ്പോൾ, സ്ത്രീകളെ ദൃഷ്ട്യ കണ്ടിട്ട് രൂപൗദാര്യ ഹതശ്രിയ, അവരുടെ സൗന്ദര്യാധിക്യം കൊണ്ട് ഇവർ നിഷ്പ്രഭരായി. ആ നാരായണ മഹർഷിയെ ശുശ്രൂഷിക്കണ സുന്ദരികളുടെ സൗന്ദര്യത്തിൻ്റെ മുമ്പിൽ ഈ അപ്സര സ്ത്രീകളുടെയും കാമദേവൻ്റെയും ഭംഗിയൊക്കെ നിഷ്പ്രഭമായിട്ട് താസാം ഗന്ധേന, അവരുടെ സുഗന്ധം കാരണം മമുഹ്യ, അവരെ പോലെ ആവണം എന്നായി ഈ വന്ന കാമദേവനും സ്ത്രീകൾക്കും. അതല്ലേ അത്ഭുതം. ഭഗവാന്റെ പറ്റാത്തത് എന്താ? ഇവരുടെ അഹങ്കാരം ഇവിടെ കളഞ്ഞു എന്ന് മാത്രമല്ല, അവർക്ക് ഇപ്പം കാണിച്ചു കൊടുത്ത സ്ത്രീകളെപ്പോലെ ഭംഗിയും അവരെപ്പോലെ സുഗന്ധവും ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടായി. അപ്പം നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം കേട്ടോ. ഇനി തേ ദേവാനുചരാ ദൃഷ്ട്വ സ്ത്രീയ ശ്രീരിവരൂപിണി, ശ്രീ പോലെ മഹാലക്ഷ്മിയെ പോലെ രൂപത്തിൽ മഹാലക്ഷ്മിയെ പോലുള്ള സ്ത്രീകളെ കണ്ടിട്ട് ഗന്ധേന മുമുഹുസ്താസാം രൂപൗദാര്യഹതശ്രിയ, അവരുടെ സൗന്ദര്യം കൊണ്ട് ഇവർ നിഷ്പ്രഭരായിട്ട് അവരെപ്പോലെയായ കൊള്ളാം ഇവർക്ക്. ഇനി 14 വായിക്കാം. താനാഹ ദേവദേവേശ പ്രണതാൻ പ്രഹസന്നിവ ആസാമേകതമാം വൃങ്ധ്വം സവർണം സ്വർഗഭൂഷണം. 14 ദേവദേവേശ, ദേവന്മാർക്കെല്ലാം ഈശ്വരനായ ആര്? ബ്രഹ്മദേവനും നാരായണനും പ്രണതാൻ താൻ വന്ദിച്ചു നിന്ന അവരെ, അതെന്താണ്? താനാഹ, അതല്ലേ? അതെ ദേവദേവേശ, ദേവന്മാർക്കെല്ലാം ദേവനായ ബ്രഹ്മദേവനെന്നും പ്രണതാൻ താൻ ബന്ധിച്ചു നിന്നവരെ നോക്കി പ്രഹസന്നിവ, പുഞ്ചിരി തൂകിക്കൊണ്ട്, അതായത് ദേവന്മാരുടെ ദേവനാണ് ബ്രഹ്മാവിൻ്റെയും കൂടിയും ദേവനാണ് ഈ മഹാവിഷ്ണു അല്ലേ? അങ്ങനെയുള്ള ആദിനാരായണൻ വന്ദിച്ചു നിന്ന അവരൊക്കെ കൈകൂപ്പി നിൽക്കുകയാണ്. ഈ തപസ്സിളക്കാൻ വന്നവരൊക്കെ ഇന്ദ്രനയച്ചോരെ. എന്നിട്ട് പ്രഹസന്നിവ, പുഞ്ചിരി തൂകിക്കൊണ്ട് ആഹാ, അതായത് പറഞ്ഞു, സവർണം, നിങ്ങളോടൊത്ത രൂപമുള്ളവളും ആയ, നിങ്ങളെപ്പോലെ തന്നെ സൗന്ദര്യമുള്ള ഈ എന്നെ ശുശ്രൂഷിക്കുന്ന സ്ത്രീകളിൽ ആസാം ഏകതമാം ഒരു സ്ത്രീയെ വൃങ്ധ്വം കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾ വരിച്ചു കൊള്ളുക, നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന്. ഇത് മാത്രമല്ല, തന്നെ ശുശ്രൂഷിക്കണ അതിസുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ, ദിവ്യ സ്ത്രീകളെ കാണിച്ചു കൊടുക്കുക മാത്രമല്ല, അതിനുശേഷം ദേവാദിദേവൻ, അതായത് ബ്രഹ്മദേവനാലും കൂടിയും പൂജിക്കപ്പെടുന്ന ഈ ഭഗവാൻ തന്നെ അവതാരമെടുത്ത ഈ നാരായണ മഹർഷി ഒന്നും കൂടിയും പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? പുഞ്ചിരിച്ചുകൊണ്ട് ഒന്നും കൂടിയും പറഞ്ഞു, നിങ്ങളെപ്പോലെ തന്നെയുള്ള വളരെ ഭംഗിയുള്ള ഈ സ്ത്രീകളുടെ ഒരു സ്ത്രീയെ, ഏതെങ്കിലും ഒരു സ്ത്രീയെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾക്ക് തരാം, അതിനെ നിങ്ങൾ സ്വീകരിച്ച് നിങ്ങളുടെ കൂടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ കൂട്ടിക്കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അതാണ് ഉർവശി. ഈ നാരായണ മഹർഷി കൊടുത്തതാണ് ഉർവശി കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞാൽ വെച്ചാൽ, ഇപ്പം ഞാൻ കാണിച്ചെന്നില്ലേ എന്നെ ശുശ്രൂഷിക്കുന്ന സ്ത്രീകളെ, നാരായണ മഹർഷി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇപ്പം ഞാൻ കാണിച്ചെന്നില്ലേ, ഇവരിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്നതാണെന്ന് തോന്നണത്, സ്വർഗത്തിൽ യോജിക്കണ ഒരു സ്ത്രീ നിങ്ങൾ സ്വീകരിച്ചോളൂ. എന്നിട്ട് എന്ത് ചെയ്യാച്ചാൽ, അല്ലെങ്കിൽ ഇതിൽ വെച്ച് സൗന്ദര്യം കുറഞ്ഞൊരാളെ എടുത്തോളൂ, കാരണം നിങ്ങളെക്കാളും സൗന്ദര്യമുണ്ട് ബാക്കി എല്ലാവർക്കും. അപ്പം അതിൽ വെച്ച് സൗന്ദര്യം കുറഞ്ഞ ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ എന്നാണ് ഇൻഡയറക്റ്റായിട്ട് പറയണത്. അതാണ്. എന്നിട്ട് സ്വർഗത്തിന് ചേർന്നത്. കാരണം ഈ നാരായണ മഹർഷിയെ ശുശ്രൂഷിക്കുന്നവരൊക്കെ അപ്സര സ്ത്രീകളെക്കാളും ഭംഗിയുള്ളവരാണ്. അപ്പോൾ അതിൽ വെച്ച് ഭംഗി കുറഞ്ഞൊരു സ്ത്രീ സ്വർഗത്തിന് ചേരണതാണെന്ന് തോന്നുന്നത് നിങ്ങളെടുത്തോളൂ
എന്ന് പറയും കൂടിയും ചെയ്തു നാരായണ മഹർഷി. അത് കാണിച്ചു കൊടുക്കുക മാത്രമല്ല, ആ സ്ത്രീയാണ് അത്ര ഉർവശി. അതായത് നാരായണ മഹർഷിയുടെ തൊടയമ്പിൽ നിന്നുണ്ടായതാണെന്ന് അങ്ങനെ ഒരു കഥ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഊരുവിൽ നിന്നുണ്ടായത് കൊണ്ട് ഉർവശി എന്ന് പേരപ്പോൾ ഉർവശി എന്ന് കൊടുത്തതെന്നാണ്. ഇനി അപ്പോൾ താനാഹദേവദേവേശ പ്രണതാൻ പ്രഹസന്നിവ ആസാമേകതമാം വൃന്ധ്വം സ്വീകരിച്ചാലും സവർണാം സ്വർഗഭൂഷണാം സ്വർഗത്തിൽ യോജിക്കും തോന്നണ ഒരു സ്ത്രീ ഇതിൽ നിന്ന് സ്വീകരിച്ച് കൊണ്ടുപോയിക്കോളൂ പറഞ്ഞു. ഓമിത്യാദേശമാദായ നത്വാതം സുരബന്ധിന ഉർവശീം അപ്സരശ്രേഷ്ഠം പുരസ്കൃത്യ ദിവം യയു. സുരവന്തിന ഇന്ദ്രൻ്റെ സേവകന്മാരായിട്ടുള്ള ഈ കാമദേവനും വസന്തവും മന്ദമാരുതിനൊക്കെ ആദേശം അവർക്ക് കൊടുത്ത നിർദ്ദേശത്തിന് ഓം ഇതി ആദായ ശരി എന്ന് പറഞ്ഞ് സ്വീകരിച്ച് തം നത്വ അതായത് നാരായണ മഹർഷിയെ നമിച്ചിട്ട് ശേഷം അപ്സരശ്രേഷ്ഠം അപ്സരസ്സുകളിൽ ശ്രേഷ്ഠയായിട്ടുള്ള ഉർവശിയെ പുരസ്കൃത്യ ഉർവതിയെ ആദരവോടെ സ്വീകരിച്ചിട്ട് ദിവം യയു സ്വർഗലോകത്തേക്ക് പോയി. അപ്പോൾ ഉർവശിയെ ആക്ച്വലി നാരായണ മഹർഷി കൊടുത്തതാണ് കേട്ടോ. നമ്മൾ ഉർവശിയുടെ കഥ എപ്പോഴും കേൾക്കുമല്ലോ. ഉർവശി നാരായണ മഹർഷിയുടെ ഊരുന്ന് തൊടയെന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്തതാണെന്നാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ് അതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത്. അങ്ങനെ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ ഈ നാരായണ മഹർഷിയുടെ കൽപ്പനയെ ആദരിച്ചിട്ട് ഈ പിന്നെ എന്താണ് കാമദേവനും അപ്സരസ്സുകളൊക്കെ വേഗം അതിലത്തെ ഒരു സ്ത്രീയെ ശ്രേഷ്ഠയായിട്ടുള്ള ഉർവശിയെ മുമ്പിൽ നടത്തിയിട്ട് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു എന്ന്. അതായത് ഉർവശിയെ സ്വീകരിച്ചു എന്നിട്ട് ഉർവശിയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോയി. ഇന്ദ്രായാനമ്യ സദസി ശൃണ്വതാം ത്രിദിവൗകസം അത് വായിക്കണം. സോറി. ഓമിത്യാദേശമാദായ നത്വാം തം സുരബന്ധിന ഉർവശീം അപ്സരശ്രേഷ്ഠം പുരസ്കൃത്യ ദിവം യയു. ഉർവശി മുമ്പിൽ നടത്തിയിട്ട് പോയി എന്നാണ് ഏറ്റവും ഭംഗിയുണ്ട്. ഇദ്ദേഹത്തിന് ശുശ്രൂഷിക്കാൻ ഏറ്റവും ഭംഗി കുറഞ്ഞതാണെങ്കിലും ഇവരിൽ വെച്ചിട്ട് ഏറ്റവും ഭംഗിയുള്ളതായി ഉർവശി. അപ്പോൾ ഉർവശി മുമ്പിൽ നടത്തിക്കൊണ്ട് പോയി. ഇന്ദ്രായാനമ്യ സദസി ശൃണ്വതാം ദിവൗകസം ഊചുർനാരായണ ബലം ശക്രസ്തത്രാസ വിസ്മിത. 16 എന്താണ് സദസ്സിൽ ഇന്ദ്രൻ്റെ സദസ്സിലെ ഇന്ദ്രായ ആനമ്യ അതായത് ഇന്ദ്ര സദസ്സിലെത്തി. എന്നിട്ട് ഇന്ദ്രനെ ആനമ്യ നമസ്കരിച്ചിട്ട് അല്ലെങ്കിൽ വന്ദിച്ചിട്ട് ത്രിദിവൗകസാം ശൃണ്വതാം ദേവന്മാരൊക്കെ കേട്ടുകൊണ്ടിരിക്കേ അവിടെ സദസ്സാണ്. ഇപ്പോൾ ബാക്കി ദേവന്മാരുണ്ട്, ഇന്ദ്രനുണ്ട്. ആ ഇന്ദ്രൻ്റെ സദസ്സിൽ ചെന്നിട്ട് ഇന്ദ്രനെ നമിച്ച് ബാക്കി ദേവന്മാരൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാരായണ ബലം ഈ നാരായണ മഹർഷിയുടെ ആ ഒരു ശക്തിയെപ്പറ്റി ഊചു ഈ കാമദേവനും അപ്സരസ്സുകളും പറഞ്ഞു. തത്ര അപ്പോൾ ശക്രഹ ഇന്ദ്രൻ വിസ്മിത ആസ അത്ഭുതമായി. ഇന്ദ്രൻ്റെ ഗർവവും അതോടെ നശിച്ചു. അതായത് ഇവർ പിന്നെ ഇന്ദ്രനോട് ഈ നാരായണ മഹർഷിയുടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാരായണ മഹർഷിയുടെ മാഹാത്മ്യത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഇന്ദ്രന് ശരിക്കും പറയാച്ചാൽ കുറച്ചൊരു ഭയവും അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ തപസ്സാണല്ലോ മുടക്കാൻ അയച്ചതെന്നുള്ളൊരു പിന്നെ ഭയവും ആശ്ചര്യവും ഉണ്ടായി. അതായത് രണ്ടും ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അത്ഭുതപ്പെട്ടു. ഇനി ഇതാണപ്പോൾ ഒരു അവതാരം. അപ്പോൾ ആദ്യം വിരാട് പുരുഷനെ പറഞ്ഞുല്ലോ അല്ലേ, പിന്നെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായി നിന്നു. അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ദക്ഷ പ്രജാപതിയുടെ മകളെ മൂർത്തിക്ക് ഉണ്ടായ ഈ നാരായണന്മാരുടെ കഥയിലത്തെ നാരായണ മഹർഷിയുടെ കഥയും പറഞ്ഞു. ഇപ്പോൾ ഇനി അടുത്ത കുറച്ച് അവതാരങ്ങളും കൂടി ചുരുക്കി പറയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താണ് അടുത്ത 17ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോവാം. പതുക്കെ ചുരുക്കി പറയണം ബാക്കി അവതാരങ്ങളെല്ലാം പറയാൻ സാധിക്കില്ല, പറഞ്ഞല്ലോ, അസംഖ്യമാണ് പറഞ്ഞില്ലേ. ഹംസസ്വരൂപ്യവദച്യുത ആത്മയോഗം ദത്തകുമാര ഹൃഷഭോ ഭഗവാൻ പിതാന വിഷ്ണു ശിവായ ജഗതാം കലയാവതീർണസ്തേനാഹൃതാ മധുഭിദാശ്രുതയോ ഹയാസ്യേ. 17ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ജഗതാം ശിവായ അതായത് ലോക നന്മയ്ക്കായി അതായത് ലോകമംഗളത്തിനായി കലയ തൻ്റെ കലാച്ച അംശം
അംശമായ അവതീർണ അച്യുത അവതരിച്ച അച്യുതൻ വിഷ്ണു ശ്രീ മഹാവിഷ്ണു തന്നെ എന്ത് ചെയ്തു അറിയോ? മഹാവിഷ്ണു തന്നെ, അതായത് ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണല്ലോ മഹാവിഷ്ണു, സത്വഗുണം പൂർണ്ണ സത്വഗുണമായിട്ടുള്ള ആ മഹാവിഷ്ണു തന്നെ ഹംസസ്വരൂപ ഒരു ഹംസത്തിൻ്റെ രൂപമെടുത്ത് ദത്താത്രേയനായിട്ടും സനൽകുമാരനായിട്ടും നഹ പിത ഞങ്ങളെ പിതാവായ ഭഗവാൻ ഹൃദേവനായും ആത്മയോഗം ആത്മതത്വത്തെ ഉപശേഷിച്ചരുളി ചെയ്തു. ഹയാസേഹി പിന്നെ ഹയഗ്രീവാവതാരത്തിൽ മധു എന്ന രാക്ഷസനെ വധിച്ചു. ഹയഗ്രീവാവതാരം എടുത്തിട്ട് തേന അവനാൽ ശ്രുതയ വേദങ്ങൾ ആഹൃത തിരിച്ചു കൊണ്ടുവരപ്പെട്ടു. അതായത് ആ കഥകളൊക്കെ നമ്മൾ ചുരുക്കി പറയണേ ഉള്ളൂ ഉപതിരി. അതായത് ലോകത്തിൻ്റെ മംഗളത്തിനായിട്ട് ഭഗവാൻ ഹംസരൂപിയായിട്ട് അവതരിച്ചു. എന്നിട്ട് ഒരു ഹംസഗീത എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വരും തോന്നുന്നുണ്ട് 13ാമത്തെ ചാപ്റ്ററിലോട്ട് അത് വരും. അതായത് എന്താണ്, അപ്പോൾ സ്വന്തം സ്വരൂപത്തിൽ നിന്ന് ഒരിക്കലും മാറ്റമൊന്നുമില്ല, എങ്കിലും അവതാരമായിട്ട് അംശം കൊണ്ട് അവതാരം എടുക്കുകയാണ്. അപ്പോൾ സ്വന്തം സ്വരൂപത്തിൽ നിന്ന് ഒരു വ്യത്യാസമൊന്നും വരുത്താതെ, അതായത് പൂർണ്ണമിതാണല്ലോ, എത്ര എടുത്താലും പൂർണ്ണമായിട്ട് നിൽക്കണതാണ്. അപ്പോൾ ഒരംശം എടുത്തിട്ട് അവതരിച്ചാൽ ഭഗവാന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. അതായത് സ്വന്തം സ്വരൂപത്തിൽ നിന്നും ഒരിക്കലും ഒരു ച്യുതിയില്ലാത്ത ആ ഭഗവാൻ ആദ്യം ഹംസരൂപമെടുത്തിട്ട് ബ്രഹ്മാവിന് ആത്മജ്ഞാനം ഉപദേശിച്ചു. ലോകമംഗളത്തിനായി മഹാവിഷ്ണു എന്നെ അംശാവതാരായിട്ട് ദത്താത്രേയനായിട്ടും സനൽകുമാരനായിട്ടും പിന്നെയോ ഞങ്ങളുടെ അച്ഛൻ ഋഷഭദേവനായിട്ടും അവതരിച്ചു എന്ന് പറയാണ്. പിന്നെ ഋഷഭദേവനും ഭഗവാന്റെ അവതാരം തന്നെയാണ്. ഈ മധു എന്ന അസുരൻ പിന്നെ ഈ വേദങ്ങളെയൊക്കെ അപഹരിച്ചു. അപ്പോൾ പിന്നെ മധു എന്നുള്ള അസുരനെ കൊല്ലാനായിട്ട് കൊന്നിട്ട് വേദങ്ങളെ വീണ്ടെടുക്കുന്നതിനായിട്ട് ഭഗവാൻ ഹയഗ്രീവനായി അവതരിച്ചു. അങ്ങനെ ശ്രുതികളെ വീണ്ടെടുത്ത് ഭഗവാൻ മത്സ്യമായി. അത് നീ പറയൂട്ടോ, ഇതിലത് അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ചുരുക്കി ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതായത് ഹംസായിട്ട് രൂപമെടുത്തിട്ട് ബ്രഹ്മാവിന് ഉപദേശിച്ചു. പിന്നെ ദത്താത്രേയൻ വലിയ ഗുരുവല്ലേ, 24 ഗുരുക്കന്മാരെ ഒക്കെ ഉപദേശിക്കുമല്ലോ ഈ യദു മഹാരാജാവിന്. പിന്നെ എന്താ പറയുക, സനൽകുമാരനായിട്ട് നാരദന് ഉപദേശം ചെയ്യും. പിന്നെ ഋഷഭദേവനും ഭഗവാന്റെ അവതാരമാണ്. മക്കളെ മുഴുവന് ഭരതൻ മൂത്ത മകൻ, ഈ നവയോഗികളുടെ അച്ഛനാണ് ഋഷഭദേവൻ. നമ്മൾ പറഞ്ഞുവല്ലോ, ഋഷഭന് 100 മക്കളുണ്ട്, ഏറ്റവും മൂത്തത് ഭരതൻ. ആ ഭരതൻ ഭരിച്ചിട്ടാണ് ഭാരതം ഉണ്ടായത്. അതിലത്തെ 9 മക്കളാണ് ഈ നവയോഗികൾ അവസാനത്തെ. അവർ ആണല്ലോ ഇപ്പോൾ അത് പറയണത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളുടെ അച്ഛൻ ഋഷഭദേവനും ഒരവതാരമാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വേദം അപഹരിച്ചു മധുപർണാസുരൻ. ആ വേദം വീണ്ടെടുക്കാനായിട്ട് ഹയഗ്രീവനായിട്ട് അവതരിച്ചു. അത്രയും ഇതിൽ പറഞ്ഞു. ഹംസസ്വരൂപ്യവദ അച്യുത ആത്മയോഗം ദത്തകുമാര ഹൃഷഭോ ഭഗവാൻ പിതാ നഃ വിഷ്ണു ശിവായ ജഗതാം കലയാവതീർണ സ്തേനാഹൃതാ മധുഭിത ശ്രുതയോ ഹയാസ്യേ. അങ്ങനെ കുറേ ചുരുക്കി പറയാണ്. ഇനി ഗുപ്തോപ്യയേ മനുരിളൌഷധയശ്ച മത്സ്യാവതാരം. പിന്നെയോ ക്രൗഡേ ഹതോ ദിദിജ ഉദ്ധരദാംഭസക്ഷ്മാം കൗർമേ ധൃതോദ്ധിരമൃതോന്മഥനെ കൂർമായിട്ടും സ്വപൃഷ്ഠേ ഗ്രാഹാത് പ്രപന്ന മിഭരാജമമുഞ്ചദാർത്തം. അമുഞ്ചദാർത്തം അല്ലേ? അതെ. നമുക്ക് പിന്നത്തെ കുറച്ച് അവതാരങ്ങൾ ഇങ്ങനെ പറയാം. ഇതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. നമ്മളിപ്പോൾ ഏകാദശത്തിലെത്തിയോണ്ട് എല്ലാ അവതാരങ്ങളും കഴിഞ്ഞു അല്ലേ? കൃഷ്ണാവതാരം കൂടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ബുദ്ധനും കൽക്കിയൊക്കെ നമുക്ക് ഇതല്ലോ, അതുവരെ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു പോയാൽ മതിയല്ലോ. അതുകൊണ്ടാണ് മത്സ്യാവതാരത്തിൽ അപ്യയെ പ്രളയകാലത്തിങ്കൽ മനു, അതായത് സത്യവ്രത മനു, ഗുപ്ത രക്ഷിക്കപ്പെട്ട ഇള ഭൂമിയും, അതായത് മത്സ്യാവതാരം എടുത്ത് ഭൂമിയെ രക്ഷിച്ചു. ഔഷധയം സസ്യങ്ങളെയൊക്കെ രക്ഷിച്ചു അപ്രകാരം തന്നെ രക്ഷിക്കപ്പെട്ടു. ക്രോഡവും
അതായത് വരാഹാവതാരത്തിൽ അംബസ ജലത്തിൽ നിന്നും ഇമാം ഭൂമിയെ, അതെ വരാഹാവതാരത്തിലും ഹിരണ്യാക്ഷനെ കൊന്ന് ഭൂമിയെ രക്ഷിച്ചു. ഉദ്ധർത്ത തൂക്കിക്കൊണ്ടുവരുന്ന സമയം, അതായത് ഭൂമിയെ പൊക്കിക്കൊണ്ടുവരുമ്പോൾ ദിതിസുതനായ ഹിരണ്യാക്ഷൻ, അല്ലേ ഹിരണ്യാക്ഷൻ ഭൂമിയെ തട്ടിപ്പറിക്കാൻ തുടങ്ങി. ഭഗവാൻ ഹിരണ്യാക്ഷൻ ഒളിപ്പിച്ചു സമുദ്രത്തിൻ്റെ അടിയിൽ. അപ്പോൾ സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരികയാണ് ഭഗവാൻ വരാഹമൂർത്തിയായിട്ട്. അപ്പോൾ അത് തടയാൻ നോക്കിയപ്പോൾ ഹിരണ്യാക്ഷനെ കൊന്നു. ഹതഹ ഇവനാൽ കൊല്ലപ്പെട്ടു. കൂർമാവതാരത്തിൽ അമൃതമഥനത്തിൻ്റെ സമയത്ത് അദ്രി മന്ദരപർവ്വതം പൃഷ്ഠെ തൻ്റെ പുറത്ത് കയറ്റിവെച്ച് ചുമന്നു. ധൃത മീൻസ് ധരിച്ചു. ആർത്തെ ദുഃഖിക്കുന്നവനും പ്രപനം ശരണാഗതി അടഞ്ഞവനുമായ ഇഭരാജം ഗജേന്ദ്രനെ ഗ്രാഹാത് മുതലയിൽ നിന്ന് അമുഞ്ചത് മോചിപ്പിച്ചു. അതുണ്ടായില്ലോ, ഗജേന്ദ്ര മോക്ഷം ഗജേന്ദ്രന് കൊടുത്തു. അതൊക്കെ ഇങ്ങനെ ചുരുക്കി ഇങ്ങനെ പറയണൊക്കെ കേട്ടോ. അതായത് മത്സ്യാവതാരം കൊണ്ട് ഭൂമിയെ രക്ഷിച്ചു, വരാഹാവതാരം കൊണ്ട് ഭൂമിയെ രക്ഷിച്ചു, കൂർമാവതാരം കൊണ്ട് പിന്നെ അമൃതമഥനം സാധിപ്പിച്ചു, പിന്നെ ഇന്ദ്രദ്യുമ്നൻ എന്നുള്ള പിന്നെ രാജാവ് ആനയായിട്ട് വന്നപ്പോൾ മുതലയിൽ നിന്ന് രക്ഷിച്ചു. അതൊക്കെയാണ് 18 പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് 19 കൂടിയും പറ്റുണ്ടാവേണ്ടതാണ് കേട്ടോ. സമയം നോക്കട്ടെ ഞാൻ. ഓക്കെ, 19 എന്തായാലും വിട്ടു, 18 വായിച്ചിട്ട് പോവാം. ഗുപ്തോപ്യയേ മനുരിളൌഷധയശ്ച മാത്സ്യേ ക്രൗഡേ ഹതോ ദിദിജ ഉദ്ധരതാംഭസക്ഷ്മാം കൗർമേധോത്തിര അമൃതോന്മഥനേ സ്വപൃഷ്ഠേ ഗ്രാഹാത് പ്രജന്നമിഭരാജ മമുഞ്ചദാർത്ഥം. ഇഭരാജ് എന്ന് പറഞ്ഞാൽ ഈ ആന. അപ്പം എല്ലാ അവതാരങ്ങളും ഏതൊക്കെയാണ് ചോദിച്ചില്ലേ, അപ്പോൾ പറയാൻ പറ്റില്ല, അത്ര അവതാരമുണ്ട്. ഈ പൂഴി ഒരു ഭൂമിയിലത്തെ മൺതരി എണ്ണാൻ ഒരു പക്ഷെ പറ്റിയെന്ന് വരാം, അത്ര പോലും പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം ചുരുക്കി കുറച്ച് പ്രധാന അവതാരങ്ങൾ പറയാം, അത്രേ ഉള്ളൂ. സംസ്തുന്വതോബ്ധിപതിതാൻ ശ്രമണാൻ ഹൃഷീംശ്ച ശക്രം ച വൃത്രവധതമസി പ്രവിഷ്ടം ദേവസ്ത്രിയോസുരഗൃഹേ പിഹിത അനാഥ ജഘ്നേ സുരേന്ദ്രമഭയായ സതാം നൃസിംഹേ. അപ്പം നമുക്ക് 19 കൂടിയും ചെയ്യാം കേട്ടോ. അബ്ധിപതി താൻ സമുദ്രത്തിൽ വീണവരും ശ്രമണാൻ വല്ലാതെ കഷ്ടപ്പെടുന്നവരും സംസ്തുന്വത ഭഗവാനെ സ്തുതിക്കുന്നവരും ഹൃഷീഞ്ച കൃഷികളെയും അപ്രകാരം തന്നെ രക്ഷിച്ചു. സമുദ്രത്തിൽ വീണവരെ വൃത്രവധത എന്നാണ്. വൃത്രാസുരനെ അല്ലേ, വൃത്രാസുരവധം കാരണം തമസി, അതായത് ഇരുട്ടിൽ പ്രവേശിച്ച പ്രവിഷ്ടം, തമസി അതായത് വൃത്രാസുരനെ കൊന്നിട്ട് ഇരുട്ടിൽ പ്രവേശിച്ച ചക്രം ഇന്ദ്രനെയും അപ്രകാരം രക്ഷിച്ചു. അനാഥത്വം അസുരഗ്രഹത്തിൽ പിഹിതാഹ അടച്ചുവെച്ചവരുമായ ദേവസ്ത്രീകളെ രക്ഷിച്ചു. നരസിംഹാവതാരത്തിൽ സതാം സാധുക്കൾക്ക് അഭയം നൽകി ഹിരണ്യകശിപുവിനെ കൊന്നിട്ട് അസുരേന്ദ്രം ഹിരണ്യകശിപുവിനെ ജഘ്നെ വധിച്ചു. അതായത് ഈ മഹർഷിമാരെ പറഞ്ഞ എന്താ അറിയോ, കശ്യപ മഹർഷിക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു സഹായം ചെയ്യാൻ വേണ്ടി പോയ പിന്നെ വാലഖില്യർ എന്ന് പറഞ്ഞ 6000 ഋഷികളെ അവർ കുഞ്ഞിതാ, കണ്ടാൽ വളരെ ചെറുതാ, മനുഷ്യന്മാരാണെച്ചാലും കുഞ്ഞീതാ. അവരപ്പോൾ ഒരു പശുവിൻ്റെ കുളമ്പ് കൊണ്ടുണ്ടായ ഒരു കുഴിയിൽ വെള്ളത്തിൽ വീണ് ചാവാൻ ഭാവിക്കുകയായിരുന്നു. അത്ര ചെറുതാണ് അവർ. ഓരോരുത്തരും കുഞ്ഞു കൃമികളുടെ വലിപ്പമേ ഉള്ളൂ മനുഷ്യരൂപമാണെങ്കിൽ. അപ്പോൾ അവരുടെ വേറൊരു മഹർഷിക്ക് വേണ്ടിയിട്ട് എന്തോ എടുത്തു കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ 60,000 ആൾക്കാർ, 60,000 മഹർഷിമാർ, 6,000 അല്ല കേട്ടോ, വാലഖില്യർ എന്നാണ് അവരുടെ പേര്. അവർ അത് കൊണ്ടുവരാൻ പോണ സമയത്ത് ഒരു കുളമ്പ്, പശുവിൻ്റെ കുളമ്പ് കൊണ്ടുണ്ടായ ഒരു കുഴിയിൽ, അത്ര മതി അവർ മുങ്ങിച്ചാവാനേ, അതിൽ വീണു ഈ 60,000 പേര് ഋഷിമാരെ. അപ്പം അതിന്ന് രക്ഷിച്ചു. അവർക്കത് സമുദ്രത്തിന് തുല്യമാണത്. ആ ഗോഷ്പതി വെള്ളേ
അത്ര ചെറുതാ അവർ. അപ്പോൾ ആ 60,000 വാലഖിലന്മാരെയും രക്ഷിച്ചു. അപ്പോൾ ഇന്ദ്രൻ പരിഹസിച്ചു. അപ്പോൾ ഇന്ദ്രനെ ഒന്ന് രക്ഷിച്ചു. അങ്ങനെയൊക്കെ കുറേ ഉണ്ട്, അനവധി കുഞ്ഞു കുഞ്ഞു കഥകളെ. അതായത് പശുവിൻ്റെ കുളമ്പ് തട്ടി ഉണ്ടായിട്ടുള്ള ഒരു കുണ്ടിലെ ജലം സമുദ്രജലം പോലെ അവർക്ക് തോന്നിയത് കാരണം അത്ര ചെറുതാ മുങ്ങിപ്പോയ അവരെന്നിട്ട് ഭഗവാനെ സ്തുതിച്ചപ്പോൾ ആ 60,000 വാലഖിലന്മാരെയും രക്ഷിച്ചു. പിന്നെ വൃത്രവധം കൊണ്ട് ബ്രഹ്മഹത്യ പാപം അനുഭവിക്കുന്ന ഇന്ദ്രനെ അസുരന്മാരുടെ, അതായത് ഇന്ദ്രനെ ഓടി ഒളിച്ചു. അപ്പോൾ ദേവസ്ത്രീകളെയൊക്കെ അസുരന്മാർ ജയിലിലിട്ടു. ആ ദേവസ്ത്രീകളെയൊക്കെ രക്ഷിച്ചു. പിന്നെ നരസിംഹാവതാരം എടുത്തിട്ട് നമുക്കറിയാലോ, ഹിരണ്യകശിപുവിനെ വധിച്ച് എല്ലാവരെയും രക്ഷിച്ചു. അങ്ങനെയുള്ള അവതാരങ്ങളാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അതായത് 60,000 വാല്യഖിരന്മാരെ രക്ഷിച്ചു. പിന്നെ ഇന്ദ്രനെ ശാപത്തു നിന്ന് രക്ഷിച്ചു. ഇന്ദ്രൻ ഓടിപ്പോയപ്പോൾ ശാപം കൊണ്ടേ, ഈ ബ്രഹ്മഹത്യാ ശാപം കൊണ്ട് ഓടി ഒളിച്ച സമയത്ത് അസുരന്മാർ ദേവസ്ത്രീകളെ അവരുടെ ജയിലിൽ അടച്ചപ്പോൾ അവർ രക്ഷിച്ചു. പിന്നെ ഹിരണ്യകശിപുവിനെ കൊന്നു. അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഇതും കൂടിയും പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. ഇനി അതിങ്ങനെ ഇത്ര പറഞ്ഞു പോവേ വേണ്ടൂ. അപ്പോൾ ഞാൻ 19 വായിച്ചെന്ന് നിർത്താം. സംസ്തുന്വതോബ്ധിപതിതാൻ ശ്രമണാൻ ഹൃഷീംശ്ച ശക്രം ച വൃത്രവധത തമസി പ്രവിഷ്ടം ദേവസ്ത്രിയോസുരഗൃഹേ പിഹിത അനാഥ ജഘ്നേ സുരേന്ദ്രമഭയായ സതാം നൃസിംഹേ. പ്രധാനാവതാരങ്ങളൊക്കെ പറയണം എന്തൊക്കെയാണ് ഉണ്ടായതെന്നൊക്കെ. അപ്പം നമുക്കിന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വ.